Welcome to Dreamcatcher. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 16, ദാറ്റ് ഇസ് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്. ബാക്ക്ഗ്രൗണ്ട് ചെറിയ പ്രശ്നങ്ങൾ കാണും, കാരണം മഴയുണ്ട് ഇവിടെ, രാത്രിയുമാണ്. ഇറ്റ്സ് അറൗണ്ട് 12 AM. സോ മഴയുടെ സൗണ്ട് നന്നായിട്ട് തന്നെ എടുത്ത് പറയാൻ പറ്റും. സോ പ്ലീസ് ignore those things and we can focus on our studies. Okay, so ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻസാണ് ഇപ്പം നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത്. ആൻഡ് പൊല്യൂഷൻ എന്താണ്? ഇറ്റ്സ് എൻ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എയർ, ലാൻഡ്, വാട്ടർ ആൻഡ് സോയിൽ. ഏത് ഏജൻ്റാണോ അൺഡിസൈറബിൾ ചേഞ്ച് ഉണ്ടാക്കുന്നത് അതിനെ പൊല്യൂട്ടൻസ് എന്ന് പറയും. എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 1986 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയതാണ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ടു പ്രൊട്ടക്ട് ദ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അവർ എൻവയൺമെൻറ്റ്, ദാറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. ഇനി എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. there are several ways to remove particulate matter. അതിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പേഴ്സിപ്പിറ്റേറ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് പേഴ്സിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ടിക്കുലേറ്റ് മാറ്റർ റിമൂവൽ. പേഴ്സിപ്പിറ്റേറ്റർ ആ പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യാനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പേഴ്സിപ്പിറ്റേറ്റർ. പിന്നെ ഒരു ഫുൾ ഫോം ഉണ്ട്, CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പം ഇവർ പറയുന്നത് പാർട്ടിക്കുലേറ്റ് സൈസ് 2.5 മൈക്രോമീറ്റേഴ്സ് ഓർ ലെസ് ഇൻ ഡയമീറ്റർ ആർ റെസ്പോൺസിബിൾ ഫോർ കോസിങ് ദ ഗ്രേറ്റസ്റ്റ് ഹാം ടു ഹ്യൂമൻ ഹെൽത്ത്. അപ്പം അതിന് താഴെയാണ് 2.5 മൈക്രോമീറ്റർ ആണ്. ദെൻ proper maintenance of the automobile along with the use of lead-free petrol or diesel can reduce the pollutants they emit. Catalytic converters having expensive metals, namely platinum, palladium and rhodium as the catalyst, are fitted into the automobiles for reducing emission for poisonous gases. പോയിസണസ് ഗ്യാസസിനെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇനി 1987 എയറിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 വന്നു. അമെൻമെൻറ്റ് ചെയ്തതാണ് 1987 ടു ഇൻക്ലൂഡ് നോയിസ് ആസ് ഇൻ എയർ പൊല്യൂട്ടൻ്റ്. ചുമ്മാ നമ്മൾ വണ്ടി പോകുമ്പോഴത്തേക്ക് ഒരുപാട് അങ്കിളുമാർ ആൻറ്റിമാർ വെറുതെ ഹോൺ അടിക്കും. പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, കാരണം എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നത്? അപ്പം നോയ്സ് എയർ പൊല്യൂഷൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ്. നോയ്സ് എന്ന് പറയുന്നത് അൺഡിസൈറബിൾ ഹൈ ലെവൽ ഓഫ് സൗണ്ടാണ്. ഇനി നമുക്ക് ഒരുപാട് ഹൈ സൗണ്ട് ലെവൽ, അതായത് 150 dB അല്ലെങ്കിൽ അതിൽ കൂടുതലും വന്നാൽ, ഫോർ എക്സാമ്പിൾ ടേക്ക് ഓഫ് ഓഫ് എ ജെറ്റ് പ്ലെയിൻ ഓർ എ റോക്കറ്റ്, അങ്ങനെ ഒരുപാട് നാളത്തെ എക്സ്പോഷർ വഴി നമ്മുടെ ഇയർ ഡ്രമ്മിന് അത് പെർമനൻ്റ്ലി ഇമ്പയറിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നോയ്സ് നമുക്ക് സ്ലീപ്ലെസ്നെസ്സും ഇൻക്രീസ് ദ ഹാർട്ട് ബീറ്റും ഓൾട്ടേർഡ് ബ്രീത്തിങ് പാറ്റേണും എല്ലാം കോസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ന്യൂഡൽഹിയിൽ വെഹിക്കിൾ പൊല്യൂഷൻ കുറച്ചത് എങ്ങനെയൊക്കെയാണെന്നാണ്. CNG, compressed natural gas. All the buses of the Delhi were converted to run on CNG. ഏത് വർഷം? 2002. CNG എന്തുകൊണ്ടാണ് ബെറ്റർ ആവുന്നതെന്ന് ചോദിച്ചാൽ, CNG നന്നായിട്ട് ബേൺ ചെയ്യും. ഓക്കെ, CNG ബേൺസ് മോർ എഫിഷ്യൻ്റ്ലി. ദെൻ മെയിനായിട്ടും പറഞ്ഞ CNG വളരെ ചീപ്പറാണ്. Then the main problem with switching over to CNG is that നമ്മൾ ഒരുപാട് പൈപ്പ് ലൈൻ CNG ഡെലിവർ ചെയ്യാൻ വേണ്ടി ഇടണം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദെൻ
ഇത് സൈമൾട്ടേനിയസ്ലി പാരലൽ സ്റ്റെപ്സ് ടേക്കൺ. വേറെയും ഒരുപാട് സ്റ്റെപ്സ് ഡൽഹി എടുത്തു. ഒന്ന്, യൂസിങ് ഓഫ് അൺലെഡഡ് പെട്രോൾ, യൂസിങ് ഓഫ് ലോ സൾഫർ പെട്രോൾ ആൻഡ് ഡീസൽ, ദെൻ യൂസ് ഓഫ് കാറ്റലറ്റിക് കൺവേർട്ടർ ഇൻ വെഹിക്കിൾസ്, ആപ്ലിക്കൻ്റ് ഓഫ് stringent pollutant level norms of vehicles ഒക്കെ. Then water pollution and its control. വെള്ളത്തിൻ്റെ പൊല്യൂഷൻ. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 കൊണ്ടുവന്നത്. ഇനി പിന്നെ പറയുന്നത് ഡൊമസ്റ്റിക് സ്വീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആണ്. ഒരു 0.1% ഇമ്മ്യൂരിറ്റീസ് ഡൊമസ്റ്റിക് സീവേജ്, അതായത് 1% ഇമ്പ്യൂരിറ്റി പോലും ഹ്യൂമൻ കൺസപ്ഷന് നല്ലതല്ല. സോളിഡ്സ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ടു റിമൂവ് ആണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് ചോദിച്ചാൽ ഈ ഡിസോൾവ് ആയിട്ടുള്ള സോൾട്ട് സച്ചസ് നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ് ആൻഡ് അതർ ന്യൂട്രിയൻസ് ആൻഡ് ടോക്സിക് മെറ്റൽ അയോൺസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ സീനാണ്. BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ദെൻ പിന്നെ പഠിക്കാനുള്ളത് ഫൈറ്റോ പ്ലാങ്ക്ടൺ. അത് ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗെ കോൾഡ് ആസ് ആൽഗൽ ബ്ലൂം. അതായത് ന്യൂട്രിയൻസ് കൂടുന്തോറും പ്ലാങ്ക്ടൻസും കൂടും. ദെൻ ആൽഗൽ ബ്ലൂംസ് ആണ് നമ്മുടെ വാട്ടർ ക്വാളിറ്റിയും ഫിഷിൻ്റെ വാട്ടർ ക്വാളിറ്റിയെ മോശമാക്കുന്നതും ഫിഷിൻ്റെ മോർട്ടാലിറ്റിക്കും കാരണമാവുന്നത്. ഹ്യൂമൻ ബീങ്സിന് ആനിമൽസിനെല്ലാം അത് എക്സ്ട്രീംലി ടോക്സിക് ആണ്. നമ്മൾ ഈ പറയുന്ന ചെടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ടാണ്. കളേർഡ് ഫ്ലവേഴ്സ്, നമ്മൾ പറയില്ലേ മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന്, നമ്മൾ നല്ല സൗന്ദര്യം നോക്കി എടുത്തു. പക്ഷേ ദെൻ ആഫ്റ്റർവേർഡ്സ് വി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ടോക്സിക്. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സസീവ് ഗ്രോത്ത് ഉണ്ടായി. വാട്ടർ ഹയാസിന്ത്, നമ്മുടെ ടെറർ ഓഫ് ബംഗാൾ എന്നൊക്കെ അറിയപ്പെടും, ബംഗാളിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാറ്റിക് വീഡ്. ആരാണത്? നമ്മുടെ വാട്ടർ ഹയാസിന്ത്. സെറ്റല്ലേ? ഇനി ബയോ മാഗ്നിഫിക്കേഷൻ ഓർ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ, അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ടോക്സിക്കൻറ്റ് അറ്റ് സക്സസീവ് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിൽ ഈ ടോക്സിക് ലെവൽ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദെൻ ദ ഫിനോമിന ഈസ് വെൽ നോൺ ആസ് മെർക്കുറി ആൻഡ് DDT. ഫോർ മെർക്കുറി ആൻഡ് DDT. നമുക്ക് ഇപ്പം വാട്ടറിൽ കുറച്ച് പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പം ബയോ മാഗ്നിഫിക്കേഷൻ ഓഫ് DDT ഇൻ അക്വാറ്റിക് ഫുഡ് ചെയിൻ, ആ DDT ജസ്റ്റ് 0.003 എവിടെ കാണത്തുള്ളൂ? വാട്ടർ കാണത്തുള്ളൂ. 0.003 ppb. അതിനെക്കാട്ടും അത് തന്നെ കൺസ്യൂം ചെയ്യുന്ന സൂപ്ലാങ്ക്ടൻസിന് അതിനെക്കാട്ടും കൂടുതലായിരിക്കും. അങ്ങനെ ഓരോ ലെവൽ കൂടി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഇപ്പം ഈകളാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ദ കോൺസെൻട്രേഷൻ ഓഫ് DDT ഡിസ്റ്റർബ് കാൽഷ്യം മെറ്റാബോളിസം ഇൻ ബേർഡ്സ്. അത് കൊണ്ടാണ് എക്സെല്ലെല്ലാം പെട്ടെന്ന് തിന്നണിങ് ആവുന്നത്. ഒരു കൃത്യസമയത്ത് മെച്ചുവറാവുന്നതിന് പകരം നേരത്തെ പ്രീ മെച്ചുവറാവുന്നത്. ഒരു കൃത്യസമയത്തെ അത് പൊട്ടിയൊക്കെ വരാവുള്ളൂ, പക്ഷേ അതിന് മെച്ചുവറാവുള്ളൂ. അതിന് മുമ്പ് തന്നെ അത് മെച്ചുവറായി. ദെൻ അതാണ് അവിടുത്തെ കേസ്. അങ്ങനെ ഷെല്ലെല്ലാം പോയി പാവം. അങ്ങനെ ബേർഡിൻ്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തു. ചോദിക്കാം ബേർഡ് പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ. ഇനി യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഏജിങ് ഓഫ് ദ ലേക്കാണ് ബൈ ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെൻറ്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ. ഒരുപാട് സെഞ്ച്വറീസായിട്ട് ഈ സിൽറ്റും ഓർഗാനിക് ഡിബ്രിസ് ഇതെല്ലാം കൂടി
കിടന്ന് നദി കരയാവും. ഇപ്പോൾ താമര വളർന്ന് നിൽക്കുന്ന വാട്ടർ ബോഡി കണ്ടിട്ടില്ലേ? അതൊരുപാട് നാളുകൾക്ക് ശേഷം ലാൻഡായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ആസിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ അവർ കൾച്ചറൽ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഇൻഡസ്ട്രീസിൽ നിന്ന് ഹോംസിൽ നിന്നും വരുന്ന മലിനമായ പദാർത്ഥങ്ങൾ എന്ത് പറ്റും, ഈ പറയുന്ന പ്രോസസ്സിനെ ആസിലറേറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് ബൈ സീവേജ് ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. Overstimulation of the growth of algal causing unsightly scum and unpleasant odor. മൊത്തവും ഭയങ്കര അഴുക്ക സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഇതവിടുത്തെ പാവം ജീവജാലങ്ങളെല്ലാം ജീവജാലങ്ങൾക്കെല്ലാം അത് ആപത്തുണ്ടാക്കാറുണ്ട്. ഇനി ഇതൊക്കെ കേസ് സ്റ്റഡി ഓഫ് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് കാലിഫോർണിയയിലെ ഹംബോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതൊന്നും വേണ്ട, ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് 2 സ്റ്റേജസ് വഴിയാണ്. ഒന്ന് കൺവെൻഷണൽ സെഡിമെൻറ്റേഷൻ, ഫിൽറ്ററിങ് ആൻഡ് ക്ലോറിൻ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമെന്ന് പറയുന്നത് ദ ബയോളജിസ്റ്റ് ഡെവലപ്ഡ് എ സീരീസ് ഓഫ് 6 കണക്റ്റഡ് മാർഷസ് ഓവർ 60 ഹെക്ടേഴ്സ് ഓഫ് മാർഷ് ലാൻഡ്. പിന്നൊരു ഫുൾ ഫോം ഉണ്ട്, FOAM, ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാട്ട മാർഷ്. അവരാണ് റെസ്പോൺസിബിൾ ഫോർ ദ അപ്കീപ്പ് ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ദിസ് വണ്ടർഫുൾ പ്രോജക്റ്റ്. മറ്റേ ഹംബോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ പറഞ്ഞത്. ഇനി സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആർ വേസ്റ്റ് ഫ്രം ദ വീട്, ഫ്രം ഓഫീസ്, സ്റ്റോറ്, നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ ഹോസ്പിറ്റലുകൾ, പിന്നെ മുതലായവ. ആൻഡ് ദേ ആർ കളക്റ്റഡ് ആൻഡ് ഡിസ്പോസ്ഡ് ബൈ ദ മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ജനറലി കംപ്രൈസസ് ഓഫ് പേപ്പർ, ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്, മെറ്റൽസ്, റബ്ബർ, ലെതർ ടെക്സ്റ്റൈൽ എക്സെട്ര. ഇനി സാനിറ്ററി ലാൻഡ് ഫിൽസ് വെയർ അഡോപ്റ്റഡ് ആസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഓപ്പൺ ബേണിംഗ് ഡംസ്. എല്ലാ വേസ്റ്റും ക്യാൻ ബി ജനറേറ്റഡ് അറ്റ് എ കാറ്റഗറൈസ്ഡ് ഇൻറ്റു 3 ടൈപ്സ്: ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ ആൻഡ് റീസൈക്ലബിൾ. നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കബാഡിവാലാസ് അല്ലെങ്കിൽ റാക്ക് പിക്കേഴ്സിൻ്റെ ഏൽപ്പിച്ച് അവർ റീസൈക്കിളൊക്കെ ചെയ്യും. ഓക്കെ. ദെൻ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വരുന്ന വേസ്റ്റൊക്കെ നല്ല ഹസാഡിയസ് വേസ്റ്റാണ്. ദാറ്റ് കണ്ടെയ്ൻ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആൻഡ് അതർ ഹാർംഫുൾ കെമിക്കൽസ്. പിന്നെ ഉള്ളതാണ് ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെങ്കിൽ ഈ വേസ്റ്റ്. ഇത് ചെയ്യുന്നത് വലിയ വലിയ ടോപ്പ് കമ്പനീസ്. അവർ ഫോണിൻ്റെ കൂടെ ചാർജർ കൊടുക്കില്ല. ഇപ്പം ഞാൻ ഐഫോൺ, അതായത് ആപ്പിളിൻ്റെ ഒരു ഫോൺ ഈ വർഷം വാങ്ങിച്ച്, അടുത്ത വർഷം ഞാൻ പുതിയ ഫോൺ വാങ്ങിക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് എനിക്കതിൻ്റെ കൂടെ ചാർജർ കിട്ടില്ല. കാരണം നേരത്തെ ഓൾറെഡി ഒരു ചാർജർ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പം എപ്പോഴും ചാർജർ കൊടുത്ത് അത്രമാത്രം ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ടാക്കാറില്ല അവരൊന്നും. ഓക്കെ. ദെൻ ഒരു കേസ് സ്റ്റഡി ഓഫ് റെമഡി ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്. നമ്മുടെ അഹമ്മദ് ഖാൻ, അതായത് 57 വയസ്സുള്ള അദ്ദേഹം, he has been producing plastic sacks for 20 വർഷം. 8 വർഷത്തിന് മുമ്പ് he realized that plastic waste was a real problem. ഓക്കെ. അദ്ദേഹം എന്ത് ചെയ്ത് പോളി ബ്ലെൻഡ് അദ്ദേഹത്തിൻ്റെ കമ്പനി ഉണ്ടാക്കി. ദിസ് മിക്സ്ചർ എന്ന് പറയുന്നത് ബിറ്റുമിൻ ദാറ്റ് ഈസ് യൂസ് ടു ലേ റോഡ്സ് ഇസ് മിക്സ്ഡ് അപ്പ്. അപ്പം അദ്ദേഹം ഇത് ചെയ്തത് RV കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് ദ ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷൻ്റെ സഹായത്തോടെയാണ്. ഓക്കെ. ദെൻ പോളിബ്ലെൻഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്
ഫിലിം വേസ്റ്റാണ്. ഇനി അടുത്ത പറയുന്നതാണ് അഗ്രോ കെമിക്കൽ ആൻഡ് ദെയർ എഫക്റ്റ്. അഗ്രോ കെമിക്കൽ വേണമെന്നില്ല, കേസ് സ്റ്റഡി ജസ്റ്റ് നോക്കണേ. പിന്നെ കേസ് സ്റ്റഡി ഓഫ് ഓർഗാനിക് ഫാമിംഗ്, ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എക്സ്ട്രാ എടുക്കുന്നതിനെല്ലാം ഒരുപാട് റേഡിയോ ആക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരില്ലേ. അപ്പോൾ അതെല്ലാം കൂടി എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അതിൻ്റെ വലിയ വേസ്റ്റ് പിന്നെയും കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. അതായത് ഗ്രീൻ ഹൗസ് ഇല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ -18 പോകും. അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രകൃതി കാരണം ചെറിയ ചൂടാകേണ്ടടുത്ത് എക്സ്ട്രീം ചൂട് വരുന്ന എങ്ങനെയാണെന്നറിയാമോ? ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഫലം കൊണ്ടാണ്. നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ ഇവിടെയും സീൻ കോൺട്രയാണ്. ഓക്കെ, എർത്തിൻ്റെ സർഫസ് ഹീറ്റാവും. കോൾഡ് റീജിയൻ ഓസ്ട്രേലിയയിലൊക്കെ ഹീറ്റൊക്കെ അബ്സോർബ് ചെയ്യും. സ്മോൾ ആണെങ്കിൽ അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ഗ്ലോബലി നമ്മുടെ ഗ്ലോബ് മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് 60% CO2, 20% മീതെയിൻ, 14% CFC ആൻഡ് 6% N2O ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. ദെൻ അറ്റ്മോസ്ഫിയറിക് ഗ്യാസായ കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിനുമാണ് മേജർ ഫ്രാക്ഷനും ഒക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് വേണം, കൂടുതലായാലാണ് പ്രശ്നം. അപ്പം എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇൻക്രീസ് മെൽറ്റിംഗ് ഓഫ് ദ പോളാർ ഐസ് ക്യാപ്പ്, അങ്ങനെ അതുവഴി സീ ലെവൽ കൂടും. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഫോസൽ ഫ്യൂവൽസിനെ കട്ടിങ് ഡൗൺ ദ യൂസ് ഓഫ് ഫോസൽ ഫ്യൂവൽസ്. രണ്ടാമത് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. മൂന്നാമത്തത് റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ. നാലാമത്തത് പ്ലാന്റിങ് ട്രീസ്. അഞ്ചാമത്തത് സ്ലോയിങ് ഡൗൺ ഓഫ് ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഇതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കൊണ്ടുപോയാൽ സീനില്ലാതൊക്കെ ഇരിക്കും. മര്യാദയ്ക്ക് നോക്കണം എല്ലാത്തിനും. ഓക്കെ, അടുത്തതാണ് ഓസോൺ ഡിപ്ലീഷൻ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. അപ്പം ഏറ്റവും ലോവസ്റ്റ് അറ്റ്മോസ്ഫിയറിക് ലെവലാണ് ട്രോപ്പോസ്ഫിയർ, ദാറ്റ് ആംസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. The ozone is found in the upper part of the atmosphere called the stratosphere. And the thickness of the ozone in the column of air from the ground to the top of the atmosphere is termed as Dobson unit. Dobson unit. CFCയുടെ ഫുൾ ഫോം ക്ലോറോഫ്ലൂറോ കാർബൺസ്. കൂടുതലും കാണുന്നത് റെഫ്രിജറേറ്ററിൽ AC-ലൊക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, CFC പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഇൻവെൻഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പം ഓസോൺ ഡിപ്ലീഷനൊക്കെ കുറഞ്ഞ് നമ്മൾ ബാക്ക് ടു നോർമൽ ആവും. ഓസോൺ ലെയർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴേ ഡ്രൈ ആയി പോയേനാ. ഓക്കെ, ദെൻ ഇൻ ഹ്യൂമൻ ഐ കോർണിയ അബ്സോർബ്സ് UV radiation. Then and a high dose of UVB cause inflammation of the cornea called slow blindness, cataract, etc. Such exposure may permanently damage the cornea. ഈ പറയുന്ന ഇത്രയും എഫക്റ്റുള്ള ഓസോൺ ഡിപ്ലീഷനെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റി ഉണ്ടാക്കി. And that treaty is known as Montreal Protocol, which was signed at Montreal in 1987. It controlled the emission of the ozone depletion substances. Okay. Degradation by improper resource utilization and maintenance. First one is soil erosion and desertification. രണ്ടാമത്തത് water logging and soil salinity.
ഡീഫോറസ്റ്റേഷൻ അറിയാലോ എന്തൊക്കെയാണ് പ്രശ്നമെന്ന്. മരം വെട്ടിയാൽ അത് ഫോറസ്റ്റ് സൈഡിലെ ഏരിയ നോൺ ഫോറസ്റ്റ് ഏരിയ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീഫോറസ്റ്റേഷൻ. പിന്നെ നമ്മൾ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, അതായത് ജും കൾട്ടിവേഷനാണ് നോർത്ത് ഈസ്റ്റേൺ സൈറ്റ്സിലൊക്കെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ മരങ്ങളെല്ലാം കട്ട് ചെയ്യും, എന്നിട്ട് കത്തിക്കും. ഈ ചാരമാണ് ഫെർട്ടിലൈസറായിട്ട് അവിടെ കിടക്കും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും അവിടെ തന്നെ ചെടി വളർത്തും. ഓക്കെ, ഇതങ്ങനെ കുറച്ച് വർഷം കണ്ടിന്യൂ ചെയ്ത് പോകാം. ഡീഫോറസ്റ്റേഷൻ വഴി പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രോലോജിക് സൈക്കിൾ, സോയിൽ ഇറോഷൻ, ദെൻ ഡെസേർട്ടിഫിക്കേഷനിലോട്ടൊക്കെ ലീഡ് ചെയ്യും. റീഫോറസ്റ്റേഷൻ മീൻസ് റീസ്റ്റോറിങ് എ ഫോറസ്റ്റ് ദാറ്റ് വൺസ് എക്സിസ്റ്റഡ്. ഒരു ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്തതിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റീസ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ ഒരു കേസ് സ്റ്റഡി ഉണ്ട്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. 1731 നമ്മുടെ രാജസ്ഥാനിലുള്ള ഒരു കിങ് തൻ്റെ പുതിയ പ്ലാലസിന് വേണ്ടി വുഡ് കട്ട് ചെയ്യാൻ വേണ്ടി മിനിസ്റ്റേഴ്സിനെ വർക്കേഴ്സിനെ ഏൽപ്പിച്ച്. അപ്പം അമൃതാദേവി എന്ന് പറയുന്ന ആൾ ഭയങ്കര ധൈര്യത്തോടെ വന്നിട്ട് ട്രീസിനെല്ലാം കെട്ടിപ്പിടിച്ച് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് എന്നെ എന്നിട്ട് മരം മുറിക്കാമെന്ന്. അവർക്കൊരു മനസാക്ഷിയില്ല. അവരെന്ത് ചെയ്ത് ആ പെണ്ണിൻ്റെ തല അങ്ങ് വെട്ടിയെടുത്ത്. ഓക്കെ, അപ്പം ഇത് അമൃതാദേവിയും മരത്തിനെ വെട്ടിയെടുത്ത്. അങ്ങനെ ഹെർ 3 daughters and hundreds of other ബിഷ്ണോയ് ഫോളോഡ് ഹെർ. അപ്പം അവർ ചെയ്ത പോലെ തന്നെ എല്ലാവരും പോയി മരത്തിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് അവരുടെ ജീവൻ, അവർ ഇത്രയും മനസാക്ഷിയില്ലാതെ എല്ലാവരുടെ ജീവൻ കൊന്നു കളഞ്ഞ്. ഓക്കെ, അമൃതാദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡാണ് എല്ലാ വർഷവും ഇൻഡിവിജ്വൽസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫ്രം റൂറൽ ഏരിയാസ് ദാറ്റ് ഹാവ് ഷോൺ എക്സ്ട്രാ ഓർഡിനറി കറേജ് ആൻഡ് ഡെഡിക്കേഷൻ ടു പ്രൊട്ടക്ഷൻ വൈൽഡ് ലൈഫ്. ഇൻഡിപെൻഡൻസ് ശേഷം 1974 ആയപ്പം ചിപ്കോ മോംബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ധൈര്യപൂർവ്വം തൻ്റെ ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരും ശ്രമിച്ചത്. ഓക്കെ, പിന്നെ JFM ഫുൾ ഫോം എല്ലാം പഠിച്ചു വെക്കണം. ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് 1980 ഓക്കെ, അപ്പം ഇത് ചെയ്യുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാക്സിമം കുറേ പോർഷൻസ് ഇപ്പം ഒറ്റ സ്ട്രെച്ചിൽ കവർ ചെയ്തു. സോ ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. യാ, so thank you and have a nice day. In case you are having any sort of doubt, please do ask in the comment box and make sure that if you have കുറച്ച് സമയം ശേഷം take a white paper, write down the points which you got from this class and extra points ഒരു റെഡ് പേന വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, സോ സെറ്റാണല്ലോ. ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡു കമൻറ്റ് ദാറ്റ് ഓർ ജസ്റ്റ് DM me so that I will reply you. Okay.